സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിലെ സമവാക്യങ്ങൾ മാറുകയാണ്. മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുന്ന വി.ഡി. സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക് പ്രസംഗിക്കാൻ ചരിത്ര സംഭവം എന്നൊക്കെ പറഞ്ഞ് കൺവെൻഷന്റെ സംഘാടകർ ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ താക്കോൽ സ്ഥാനമായ നായർ സർവീസ് സൊസൈറ്റി NSS തിരിച്ചടിച്ചത് തങ്ങളുടെ ഏറെക്കാലത്തെ ശത്രുവായ രമേശ് ചെന്നിത്തലയെ ഇത്തവണത്തെ മന്നം ജയന്തി ആഘോഷങ്ങളിൽ മുഖ്യ പ്രഭാഷകനായിട്ടാണ്. NSS ഒരു കയ്യകലി നിർത്തിയിരുന്ന ശത്രുവായിരുന്നു ഇന്നലെ വരെ രമേശ് ചെന്നിത്തല. പക്ഷേ കാര്യങ്ങൾ മാരാമൺ മണപ്പുറത്ത് കൂടി സതീശൻ വഴിവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ NSS ചെന്നിത്തലയുമായി ഒരു പാച്ചപ്പിന് സമ്മതം മൂളുകയായിരുന്നു. 2013 രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദവി നൽകാൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കിണഞ്ഞ് ശ്രമിച്ചെങ്കിലും ആവശ്യപ്പെട്ടെങ്കിലും ചെന്നിത്തല വാർത്താസമ്മേളനം വിളിച്ച് വിസമ്മതിച്ചതാണ് ആ ശത്രുത തുടങ്ങാൻ കാരണം. ഇത്തവണ സുകുമാരൻ നായരോട് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തീർത്ത് രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവ് മന്നം ജയന്തിക്ക് മുഖ്യ പ്രഭാഷകനായി എത്തുന്നതോടെ കോൺഗ്രസിലെയും UDFിലെയും അധികാര സമവാക്യങ്ങൾ മാറി മറിയാൻ തന്നെയാണ് സാധ്യത. അതുമാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ സതീശൻ വിരുദ്ധ നീക്കത്തിന് ശക്തി വർദ്ധിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചെന്നിത്തല NSS ബന്ധം ദൃഢമാകുമ്പോൾ UDFിനുള്ളൊരു പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുങ്ങുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. 2013 ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര മന്ത്രിസ്ഥാനം നൽകാൻ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നടത്തിയ താക്കോൽ സ്ഥാന പരാമർശമാണ് കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് വിവാദങ്ങൾ തുടക്കമിട്ടതും ചെന്നിത്തല സുകുമാരൻ എന്ന ശത്രുത രൂക്ഷമാക്കിയതും. അന്ന് KPCC അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയെ UDF സർക്കാരിൻ്റെ താക്കോൽ സ്ഥാനത്ത് എത്തിച്ചില്ലെങ്കിൽ അധികാരത്തിൽ തുടരാൻ ഭൂരിപക്ഷ ജനത കേരളത്തിൽ UDFിന് അനുമതി നൽകില്ല എന്ന G. സുകുമാരനുടെ പ്രസംഗമാണ് കേരളത്തിലെ UDF രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടത്. എന്നാൽ വാർത്താസമ്മേളനം നടത്തിയ രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിലേക്കില്ലെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു. തൻ്റെ നിലപാടുകൾ വ്യക്തമായിരിക്കെ NSS ജനറൽ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയിൽ തന്നെ വലിച്ചൊഴിക്കേണ്ട കാര്യമില്ലെന്ന് വരെ ചെന്നിത്തല പറഞ്ഞതോടെ രമേശ് ചെന്നിത്തല തങ്ങളെ അപമാനിച്ചു എന്ന് തന്നെ കണക്കാക്കി ചെന്നിത്തലയുമായി NSS നേതൃത്വം ഇനി ഒരിക്കലും അടുക്കേണ്ട തീരുമാനമെടുത്തു. അതാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പിന്നീട് നടന്ന ഒരു NSSൻ്റെ പരിപാടിയിലും ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ ശശി തരൂർ MP വരെ മന്നം ജയന്തി ആഘോഷത്തിന് NSS ആസ്ഥാനം ക്ഷണിച്ചു. പക്ഷേ അപ്പോഴും ചെന്നിത്തലയെ പരിഗണിച്ചില്ല. ഇത്തവണത്തെ ജയന്തി സമ്മേളനത്തിന് മുമ്പ് G. സുകുമാരൻ നായരുമായി ചെന്നിത്തല മഞ്ഞുരുക്കിയതിനെ തുടർന്നാണ് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ജയന്തി സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. അതൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ് കോൺഗ്രസിന്. ഇവിടെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുമ്പോഴും കോൺഗ്രസിനുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നു. KPCC അധ്യക്ഷൻ K. സുധാകരനും സതീശനും തമ്മിൽ തൊട്ടനും പിടിച്ചതിനുമൊക്കെ കൊമ്പ് കോർക്കുമ്പോൾ അതെല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് സമയത്തും ഒന്നുമല്ലായിരുന്ന ചെന്നിത്തല പിന്നീട് കേരളത്തിലെ UDF തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനായി വന്നതും UDFിന് കനത്ത വിജയം നേടിയതുമൊക്കെ കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ ഞെട്ടിച്ചു. അതുപോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് NSS വഴി തന്നെ ഒരു ടേൺ എടുത്ത തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന മുൻ ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും. എന്തായാലും NSSൻ്റെയും ചെന്നിത്തലയുടെയും കളികൾ എന്താണെന്ന് കാത്തിരുന്ന് കാണണം.